നിങ്ങൾ പ്രണയിക്കുന്നവരാണോ? അതോ പ്രണയിക്കാൻ ആഗ്രഹിക്കുന്നവരാണോ? അതോ അല്ലെങ്കിൽ പണ്ടത്തെ ഒരു പ്രണയം പറയാൻ പറ്റാതെ ഇപ്പോഴും മനസ്സ് വിങ്ങുന്നവരാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള പടമാണ് വിത്ത് ലവ്. 2025 റിലീസായിട്ടുള്ള മൂവിയാണ്. തിയേറ്റർ റിലീസായിട്ട് വന്നതാണ്. ഇപ്പൊ നെറ്റ്ഫ്ലിക്സിൽ OTTയിൽ അവൈലബിൾ ആണ്. ഗംഭീര പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവി. ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള ഫീലിങ്സും ഒരുപാട് നൊസ്റ്റാൾജിക് ആയിട്ടുള്ള എലമെന്റ്സും പഴയ കുറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയും എല്ലാം ചെയ്തൊരു മൂവിയാണ്. അത്രയ്ക്കും പടം ഇഷ്ടപ്പെട്ടു. നല്ല കിടിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ അതിനെ ഗംഭീരമായിട്ട് നമ്മളെ ഒട്ടും ബോറടിപ്പിക്കാതെ പല കാര്യങ്ങളെയും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിക്ക് സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇതുവരെയായിട്ടും പുറത്തു പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതുവരെയായിട്ടും ആരോടും പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രണയം കാണും. എന്തെങ്കിലും പേടി കാരണമോ അല്ലെങ്കിൽ ധൈര്യത്തിന്റെ പണ്ടത്തെ കാലമല്ലേ, അതിന് നമുക്കൊരു ധൈര്യക്കുറവിന്റെ പേരിലോ അല്ലെങ്കിൽ പേടിയുടെ പേരിലോ നമ്മൾ പറയാൻ പറ്റാത്തൊരു പ്രണയം ഇതുവരെയായിട്ടും അറിയിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം ചിലപ്പം നെഞ്ചിലിരിപ്പുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തായാലും കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഫീൽ ആവും, നല്ല രീതിക്ക് ഇമോഷണൽ ആവും. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ചിന്തിക്കും, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ, അല്ലെങ്കിൽ ആളടുത്തൊന്ന് പറഞ്ഞാലോ, ഇത്ര വർഷമായാലും കുഴപ്പമില്ല, ഒന്ന് ആളിനടുത്ത് സംസാരിച്ചാലോ, ഇതൊന്ന് പറഞ്ഞാലോ എന്നൊക്കെ ഉള്ളൊരു ഫീലിങ്സ് നമ്മളെ മനസ്സിൽ തോന്നും. അങ്ങനത്തെ രീതിക്കുള്ള ഒരു കിടിലം പടമാണ്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഒരു അഭിഷാൻ, പിന്നെ അനശ്വര, അങ്ങനെ കുറച്ച് കാസ്റ്റിംഗ് ഉണ്ട്. എല്ലാവരും ഗംഭീരമായിട്ട് അവരെ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അഭിഷാനൊക്കെ ഒരു ഗംഭീര ആക്ടറാണ്. പുള്ളിക്കാരൻ ഒരു ഡയറക്ടറാണ്. നമ്മുടെ ടൂറിസ്റ്റ് ഫാമിലി എന്ന കിടില മൂവി ഡയറക്ട് ചെയ്തത് പുള്ളിക്കാരനാണ്. ആ പുള്ളി അതിന്റെ അകത്ത് ഒരു കിടില റോള് ചെയ്തിട്ടുമുണ്ട്. ഒരു ചെറിയ റോളാണെങ്കിൽ പോലും ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ചെറിയ സീന് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ മനസ്സിൽ തങ്ങി കിടക്കുന്ന രീതിക്കുള്ള ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കിടില സീന് പുള്ളിക്കാരൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കായിരുന്നു പുള്ളി ഒരു ഡയറക്ടർ മാത്രമല്ല, നല്ലൊരു ആക്ടറും കൂടെയാണെന്ന്. അപ്പൊ പുള്ളിക്കാരൻ മെയിൻ ലീഡിൽ വരുന്ന ഒരു സിനിമ എന്ന് പറയുമ്പോൾ അത്രയും പ്രതീക്ഷ ഉണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷ തന്നെയാണ് സിനിമ കണ്ടത്. തിയേറ്ററിൽ പോയി തന്നെ കാണണമെന്ന് ആഗ്രഹിച്ച മൂവിയാണ്. പക്ഷെ ചില സാഹചര്യം കാരണം പറ്റിയില്ല. പക്ഷെ ഇപ്പോ OTT വന്ന ഉടനെ തന്നെ കണ്ടു. പിന്നെ അനശ്വര രാജൻ ആസ് യൂഷ്വൽ ഉള്ള പ്രകടനം തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ കോംബോ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ലൊരു പേരായിരുന്നു രണ്ടുപേരും. നല്ല രസമുണ്ടായിരുന്നു. സ്ക്രീനിൽ കാണാനായിട്ട് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ ക്യൂട്ടായിട്ടുള്ള കുറെ മൊമെന്റ്സ്, നല്ല രീതിക്കുള്ള കുറെ കോമഡി, അങ്ങനെ കുറെ കാര്യങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. നല്ല എൻജോയ് ചെയ്യുന്ന ഒരുപാട് മൊമെന്റ്സ് സിനിമയ്ക്കകത്തുണ്ട്. മെയിൻലി നമ്മുടെ കുറെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ അതിൽ കാണിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തിട്ടുള്ളതായിരിക്കും. നമുക്ക് നല്ല രീതിയിൽ കണക്ട് ആവും. നമ്മുടെ ഒരു കുട്ടിക്കാലവും നമ്മുടെ ഒരു പഴയ സ്കൂൾ ലൈഫ് എല്ലാം നമുക്ക് അത്രയും കണക്ട് ആവും ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അതിനെ ഒരു കിടിലമായിട്ട് രണ്ട് രീതിക്ക് ഒരു രണ്ട് പ്രണയ കഥയൊക്കെ പറഞ്ഞ് അതിനെ പുതിയ ലൈഫിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെയുള്ളൊരു നൈസ് പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു സിനിമ കാണാനായിട്ട്. സിനിമ ഡയറക്ട് ചെയ്തിട്ടുള്ളത് P. മദൻ എന്ന് പറയുന്ന ആളാണ്. റൈറ്റിങ്ങും പുള്ളി തന്നെയാണ്. ഇതിന്റെ പ്രൊഡ്യൂസർ വന്നിട്ട് സൗന്ദര്യ രജനീകാന്താണ്. പിന്നെ മ്യൂസിക് വന്നിട്ട് സെയിൻ റോൾഡാൻ എന്ന് പറയുന്ന ഒരാളാണ്. മ്യൂസിക് ഒക്കെ ഗംഭീരമായിരുന്നു. ഇതിലെ പാട്ടും മ്യൂസിക്കും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. കേട്ടോണ്ടിരിക്കാൻ നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. പാട്ടും ഒക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കാനായിട്ട്, ആ ഒരു ഓരോ സിറ്റുവേഷനിലുള്ള കുറെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പിന്നെ സിനിമോട്ടോഗ്രഫി ശ്രേയസ് കൃഷ്ണ എന്ന് പറയുന്ന ആളാണ്. നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ ഫുൾ കളർ ഗ്രേഡിയന്റ് തന്നെ അടിപൊളിയായിരുന്നു. എന്താ പറയുക, നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ഒരു പ്രത്യേകതരം കളർ ഗ്രേഡിയന്റ് ഉണ്ടല്ലോ, നല്ല കളർഫുൾ ആയിട്ടുള്ള, നമ്മളെ കാണാൻ പ്രേരിപ്പിക്കുന്ന ഒരു ടൈപ്പ്. ഒരു തമിഴ് സിനിമയിൽ ഒരു പ്രത്യേകതരം കളർ ഗ്രേഡിയന്റ് ഉണ്ട്. മിക്ക സിനിമയിലും അതുണ്ട്. പ്രത്യേകിച്ച് പ്രദീപ് രംഗനാഥന്റെ സിനിമകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിന്റെ ഒരു കളർ ഗ്രേഡിയന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. ആ നല്ല കളർഫുൾ ആയിട്ടുള്ള ആ ടൈപ്പാണ്. അതേ ഒരു കളർ ഗ്രേഡിയന്റ് തന്നെയാണ് ഇതിലും പിടിച്ചിട്ടുള്ളത്. എന്താ പറയാ, ഇമോഷണലി നല്ല കണക്ട് ആവുന്ന പല സിറ്റുവേഷൻസും നമുക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, നല്ല ആ റിലേഷനോ റൊമാൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് കണക്ട് ആവും. ചെറിയ ചെറിയ മൊമെന്റ്സും കാര്യങ്ങളും. അങ്ങനത്തെ ഒരു സ്കൂൾ ലൈഫും കോളേജ് ലൈഫ് കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ടുള്ളവർക്ക്, മെയിൻലി സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ളവർക്ക്, അത്രയും അങ്ങനത്തെ ഒരു പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നവരാണെങ്കിൽ നല്ല രീതിക്ക് കണക്ട് ആവുന്ന ഒരു മൂവി തന്നെയാണ് വിത്ത് ലവ്. പറ്റുമെങ്കിൽ സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കാണാൻ പറ്റിയൊരു പടമാണ്. നിങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങളെ മൈൻഡൊക്കെ ഒന്ന് ഓക്കെ ആവാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമിൽ ഒന്ന് കണ്ടു നോക്കാം, ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി കാണാം എന്നൊക്കെ വിചാരിച്ച് ആ ടൈമിലൊക്കെ ഒന്ന് കാണാൻ പറ്റിയ ഒരു കിടില മൂവിയാണ്. സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ലിങ്ക് വേണമെങ്കിൽ എന്റെ ബയോയിൽ ചാനൽ ലിങ്ക് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീണ്ടും സന്ധിക്കും വരെ വണക്കം.